ഫാമിലീസ് ഒരു വലിയ അപകടമാണ്. മൂന്നാമത് തൊഴിലില്ലായ്മയാണ്. 74% പേര് കേരളത്തിൽ തൊഴിലില്ല. ഇന്ത്യയിൽ 84% പേർക്ക് ജോലിയില്ല. തൊഴിലില്ലാത്ത വീട്ടിലെ ഈ അപ്പന് ഭാര്യയും മക്കളെയും പോറ്റാൻ ഒക്കത്തില്ല, പൈസ ഇല്ല. അപ്പോഴാണ് ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ എന്ന് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യും, ഇത്രയും പൊതി വിൽക്കണം, നിനക്ക് 30,000 രൂപ കിട്ടും. അവൻ ഭാര്യയും മക്കളെയും പോറ്റാൻ വേണ്ടി പാവം കഞ്ചാവ് വിൽക്കും. പിടിക്കപ്പെട്ടാൽ ഇവൻ പോയി ജയിലിൽ കിടക്കും 12 കൊല്ലം. ആ ഭാര്യയും മക്കളും വഴിയാധാരമായി. ഈ കഞ്ചാവ് വിറ്റ് ലാഭമുണ്ടാക്കുന്ന ആരാണ്? ഗുജറാത്തിലോ ബോംബെയിലോ ഇരിക്കുന്ന കോടീശ്വരൻ. അവനാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടി വഴിയില്ലാത്ത പാവം കഞ്ചാവ് വിൽപ്പനക്കാരൻ, അവനെ പിടിച്ച് ശിക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല. ഇനി സംഘടിതമായി മാസ് മീഡിയയെ നേരിടാൻ പോയാലോ? ഗവൺമെൻറ്റിൻ്റെ അന്ത്യമാണ്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പ്രസിഡൻറ്റ് കഞ്ചാവ് പിടിക്കാൻ പോയി. അയാളെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് അമേരിക്ക കൊണ്ടുവന്നു. അമേരിക്കൻ പോലീസ് കൊണ്ടുവന്നു. നിക്കാരാഗ്വൻ പ്രസിഡൻറ്റ് ഇടതുപക്ഷക്കാരനായിരുന്നു. കഞ്ചാവിനെതിരെ നീങ്ങി അവനെ മന്ത്രിസഭ താഴെയിട്ട്, ഇലക്ഷൻ മുന്നിൽ മന്ത്രിസഭ താഴെയിട്ട്